പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിരവധി ആപ്പുകൾ, നിരവധി പേരുടെ വീഡിയോ ഒക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ടൈം ലൈനിൽ കാണാം. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഷുഗർ, പല പോസ്റ്റുകളുടെയും അടിയിൽ തന്നെ നിങ്ങളുടെ ഷുഗർ നിങ്ങൾക്ക് കുറയ്ക്കാമെന്ന് പറയുന്ന പരസ്യങ്ങൾ, നവീന സാങ്കേതിക വിദ്യകളെ തങ്ങളുടെ കച്ചവടം കൂട്ടാനായി ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും പുതിയ സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ച് തന്നെ കച്ചവടമൊക്കെ വർദ്ധിപ്പിക്കണം, പൈസയൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കണമെന്ന് ആളുകളോടൊക്കെ പറയുന്ന ആളാണ് ഞാനൊക്കെ. പക്ഷെ ഇവിടെ ഈ ഒരു കച്ചവട തന്ത്രം അത് പൊതുജനങ്ങൾക്ക് കുഴപ്പമാകുന്ന ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയും പൊതുജനങ്ങൾ നിർദോഷകരമായ രീതിയിൽ അതിനെ കാണുകയും ചെയ്യണം. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മാഫിയാണ്, മരുന്ന് മാഫിയ എന്ന് വിലപിക്കുന്ന മലയാളികൾ ഇത്തരം നന്നായി സംസാരിക്കാൻ അറിയുന്ന, നന്നായി ചിരിക്കാൻ അറിയുന്ന, വളരെ മറ്റു പല വിഷയങ്ങളും സംസാരിക്കാൻ, തങ്ങളുടെ വാചോടാപത്തിൽ വീഴ്ത്താൻ അറിയുന്ന ആളുകൾ, അവർക്ക് കിട്ടിയിട്ടുള്ള പല സമാന്തര വൈദ്യങ്ങൾക്കും അല്ലെങ്കിൽ സമാന്തരമായ ശാഖകളും ഡോക്ടർ എന്ന കാര്യം പേരിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകൾ ഡോക്ടർ അല്ലാത്ത അല്ലെങ്കിൽ വേറെ ഡോക്ടറേറ്റ് എടുത്ത ആളുകളും ഡോക്ടർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഹെൽത്ത് ടിപ്പുകൾ ആളുകൾക്ക് കൊടുക്കുകയാണ്. അതിലെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ വിളിക്കുക എന്ന അവരുടെ മാർക്കറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും അവനവന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനും അതിനെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ഇവിടെ മനുഷ്യരുടെ ആരോഗ്യമാണ്, അത് ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വളരെ തെറ്റായ രീതിയിലാണ് ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ. അതിനു മുന്നേയും വ്യാജ ഡോക്ടർമാരെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ഇത് വ്യാജ ഡോക്ടർമാര് ഒന്നുമല്ല, ഇവരെല്ലാം അവരുടേതായ ആ വിഭാഗങ്ങളിൽ, ഇതര വിഭാഗങ്ങൾ എന്ന് അവർ അവകാശപ്പെടുന്ന അതൊന്നും മെഡിസിൻ എന്ന് പറയുന്ന മോഡേൺ മെഡിസിൻ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ളത്. മറ്റ് ആയുർവേദം അടക്കം, ഹോമിയോപ്പതി അടക്കമുള്ള കാര്യങ്ങൾ, ഹോമിയോപ്പതിയൊക്കെ സ്യൂഡോ സയൻസ് ആണെന്ന് അതിൻ്റെ രാജ്യങ്ങളിൽ പോലും തെളിയിച്ചിട്ട് നമ്മളിവിടെ പതുക്കെ ഭരിക്കുന്ന വരുന്നാണ്. അലോപ്പതി എന്ന പേര് പോലും ഇല്ല. ഹോമിയോ നമ്മുടെ പല ആളുകൾക്കും അറിയില്ല. ഹാനിമാൻ പണ്ട് കളിയാക്കിയിരുന്ന അന്നത്തെ ചികിത്സാ രീതിയെ വിളിച്ചിരുന്ന പേര് അലോപ്പതി. നമ്മൾ ഇന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ ആണ്. ഈ മോഡേൺ മെഡിസിന്റെ ചൂഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ കുറിച്ച് വാചാരരാകുന്ന നമ്മൾ ഇവിടെ നിങ്ങളുടെ ഷുഗർ മാറ്റിത്തരാം, നിങ്ങളുടെ ഷുഗർ മാറിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം, മറ്റുള്ളവരെ കൊണ്ട് വന്ന് പറയിപ്പിക്കുകയാണ്. നമ്മൾ എന്താണ് ഡയബറ്റിക്സ് എന്നുള്ള ഒരു മിനിമം ധാരണയുള്ളവർക്ക് ആ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസീസ്. നിങ്ങൾ കൃത്യമായ വ്യായാമവും നിങ്ങൾ കൃത്യമായ ഉറക്കവും അതേപോലെ നിങ്ങൾ ആവശ്യത്തിനുള്ള കലോറിയും എടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട മരുന്നുകൾ കഴിക്കുക. ആ മരുന്ന് തന്നെ കുറച്ച് റിവേഴ്സ് ചെയ്യാനടക്കം ഷുഗർ പറ്റുന്ന സംഭവമാണ്. പക്ഷെ എവിടുന്നോ കേട്ട ധാരണകൾ, ഷുഗറിന്റെയും പ്രഷറിന്റെയും മരുന്ന് നിർത്താൻ പറ്റില്ല, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ്. ഇത് മോഡേൺ മെഡിസിന്റെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടറെ കാണാണ്ട് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ഡോക്ടർമാരെ കണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങളും അവിടെയൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കാം. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട നോളജ് ഇല്ലേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, അത് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മളെന്താ ഈ അനുഭവ സാക്ഷ്യങ്ങളിൽ പോയി വീഴുകയാണ്. എന്താ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് സസ്യ ഫലാദികളല്ലേ, എന്താ അപ്പൊ കുറച്ച് ചെടികളല്ലേ, ശരീരത്തിന് ദോഷമൊന്നും ചെയ്യുന്നില്ല, എത്രയോ ചെടികൾ നമ്മൾ കഴിക്കുന്നല്ലേ എന്നൊക്കെ പറയും. നമ്മൾ കഴിക്കുന്ന ഇനത്തിൽപ്പെട്ട സാധനങ്ങളാണ് നമ്മൾ കലക്കി കുടിക്കുന്നത്. പല ആൾക്കാരുടെയും പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്, 8 മൂലകങ്ങൾ അല്ലെങ്കിൽ 8 ഔഷധങ്ങൾ. അങ്ങനെ ഒരു 8 ഔഷധം, ആ 8 ഔഷധത്തിന്റെ പ്രവർത്തന രീതി എന്താണ്, എങ്ങനെയാണ് ഈ ഔഷധങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. നമ്മളിവിടെ പാരസെറ്റമോളിനെതിരെയൊക്കെ വലിയ രീതിയിൽ
ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുകയും പാരസെറ്റമോൾ എലിവിഷമാണെന്ന് പറയുന്ന ആളുകൾ, പാരസെറ്റമോളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ ആ പാരസെറ്റമോളിന്റെ ആന്റിഡോസ് നമുക്ക് അറിയാൻ പറ്റും. ഈവൻ ലിവറിന് കുഴപ്പമുള്ള ആളുകൾക്ക് വരെ, ലിവർ സിറോസിസ് ഡയഗ്നോസ് ചെയ്ത ആളുകൾക്ക് വരെ ഹോസ്പിറ്റലിൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വീഴ്ച സംഭവിച്ച സമയത്ത് ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ ആദ്യം അവർ കൊടുത്തത് പാരസെറ്റമോളിന്റെ ഡ്രിപ്പാണ് ഇടുന്നത്. 3 ദിവസം ആ കൃത്യമായ അളവിൽ അവർക്ക് പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ട് പെയിൻ കില്ലറായിട്ട്. നമുക്ക് അറിയില്ല, നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാണ്ട് നമ്മൾ നമ്മുടെ പരിമിതമായ അറിവ്, നമുക്ക് എളുപ്പമുള്ള മാർഗങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ അസുഖങ്ങൾ മാറണം, എന്താണ് ഇതിന് വഴി എന്ന് നമ്മളിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ കാണുന്നത് നല്ല ചിരിച്ചിരിക്കുന്നു, വേറെ 1-2 പേരുടെ അനുഭവങ്ങൾ, ഇവിടെ ഇൻസുലിൻ മാറ്റി ഞങ്ങളുടെ ഇത് മാറി. അപ്പൊ ഈ ഷുഗർ കുറയാനായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ മെഡിസിൻസിന് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഷുഗർ ഇത്തരത്തിൽ കുറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏത് ഡോക്ടറെ ആയിരുന്നു ഷുഗറിന് വേണ്ടി പോയി കണ്ടിരുന്നത്? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? പല ആൾക്കാരും ആ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ രാവിലെ നടക്കും. രാവിലെ ചുമ്മാ നടന്നു കഴിഞ്ഞാൽ അത് എക്സസൈസോ നമ്മുടെ കലോറി വേണമില്ല. അതിപ്പോൾ നമ്മളൊരു കാർഡിയോ എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എത്ര കലോറിയാണ് അതിൽ നമുക്ക് പോകുന്നത്. നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് ഇളക്കി നന്നായി വേർത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ ശരീരം നന്നായി അനക്കിയിട്ട് എക്സസൈസ് ചെയ്യണം. നമ്മുടെ സ്കൂളുകളിലൊക്കെ സൂംബയൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരം നന്നായിട്ട് ഇളകിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യണം. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റിക്സ് ഉള്ള ആൾക്ക് ഫുഡ് കൺട്രോൾ. നമ്മൾ പലപ്പോഴും ഷുഗർ അവോയ്ഡ് ചെയ്തിട്ടുള്ള ചായ കുടി നിർത്തും, പക്ഷെ നമ്മൾ ചോറിന്റെ കാര്യത്തിൽ കൺട്രോൾ ഉണ്ടാവില്ല. ചപ്പാത്തി കഴിക്കാന്ന് പറയും, 4 ചപ്പാത്തി കഴിച്ചാൽ ഈ പറയുന്ന ഷുഗർ ഉണ്ടാകുന്നതിന്റെ തുല്യമാണ്. അപ്പൊ ഇതൊക്കെ ഇതിന് നമ്മളൊരു ഡോക്ടർ ആവേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്നും മനസ്സിലാക്കാനായിട്ട്. നമ്മൾ വലിയ കാര്യങ്ങളാണ്. ഇത് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവര് ഡോക്ടറാണ്, അവന് വിവരമില്ല, അവൻ ആളെ കൊല്ലുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അറിയില്ല ഇല്ലാത്ത കുറെ കോൺസ്പിറസി തിയറികളാണ്. നമ്മൾ ഈ കോവിഡിന്റെ കാലത്ത് കോവിഡ് വന്നതിന് ശേഷം ആൾക്കാർ മരിച്ചു, ഇതൊക്കെ നമ്മുടെ പരിമിതമായ ചില അറിവുകൾ. ഇന്നത്തെ കാലത്ത് പണ്ടുള്ളവർക്ക് അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ് ഇറങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കുടിച്ചിട്ട് അത് മഹത്തരമാണ്, പണ്ട് അസുഖം ഉണ്ടായിരുന്നില്ല. ഒരു പനി വന്നാൽ പോലും നമ്മൾ എളുപ്പം ദഹിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ കഞ്ഞി കുടിക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈ മാസമൊക്കെ കഞ്ഞികളുടെ മാസമായിട്ട് ആചരിക്കുകയാണ് പ്രത്യേക വിശ്വാസത്തിന്റെ പുറത്ത്. എന്താണ് ഒരു ഫുഡിൽ എന്തൊക്കെ ഉണ്ട്, അതിൽ എവിടെയാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്, എന്താണ് പ്രോട്ടീൻ, എന്താണ് ഫാറ്റ്, ഇതെല്ലാം ഒരു മനുഷ്യന് അറിയാൻ പറ്റും. ഇന്ന് അതിന് വലിയ അറിവൊന്നും വേണ്ട. പല ആൾക്കാരും പറയും ഞങ്ങൾ വലിയ വിദ്യാഭ്യാസമില്ല. വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. മലയാളം കൂട്ടി വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് ഇംഗ്ലീഷിൽ വരുന്ന കാര്യങ്ങൾ പോലും ഇന്നത്തെ മൊബൈലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ അറിവിന് ഉപയുക്തമാകുന്ന, എല്ലാ രീതിയിലുമല്ല, എന്നാൽ പോലും ഒരു സാധാരണ മനുഷ്യന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവന്റെ ഹെൽത്തിനെ കുറിച്ചും മറ്റതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മളെന്താണ് യൂട്യൂബിലെ വീഡിയോകൾ തന്നെ, അതേപോലെ ഈ വീഡിയോകൾ പരസ്യമായിട്ട് നമ്മുടെ ടൈം ലൈനിൽ കയറി വരും. എന്ത് ഭംഗിയുള്ള ഡോക്ടർ, എന്ത് നന്നായിട്ടാണ് സംസാരിക്കുന്നത്. ഒപ്പം എന്താ കുറെ ആളുകളുടെ അനുഭവസാക്ഷ്യങ്ങൾ എങ്ങനെയാ നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുക? അതിലൊക്കെ കുഴപ്പങ്ങളുണ്ട്. ഇവര് ഇൻസുലിൻ മാറ്റി ഇവർ നോക്കുന്ന ഷുഗറിന്റെ മെഷീനിൽ വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ മാത്രം കുറഞ്ഞതാണ് നമ്മൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ കഴിക്കുന്ന പല ചൂർണങ്ങളായിരിക്കാം, പല ലേഹ്യങ്ങളായിരിക്കാം, ഇതിലൊക്കെ എന്താ ഉള്ളത്? ഇത് നമ്മുടെ മറ്റ് അവയവങ്ങളെ, പ്രത്യേകിച്ച് ഈ മെഡിസിൻസ് ഒക്കെ നേരിട്ട് ബാധിക്കുന്നത് ലിവറിനെയാണ്. ഈ ലിവറിന് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മൾ അറിയില്ല. നമുക്കപ്പോൾ ഡയബറ്റിക്സ് നമ്മുടെ ലക്ഷ്യമാവുക വരുമ്പോൾ നമ്മളെന്താണ്, നമുക്കൊരു മെഷീനും കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാർമസിയിൽ നിന്നോ സാധാരണക്കാരനെ സംബന്ധിച്ചോളം അവൻ ടെസ്റ്റ് ചെയ്തു, ഇപ്പൊ കണ്ടോ 100 ഷുഗർ. നമ്മൾ ഇവരുടെ മരുന്നും മറ്റു കാര്യങ്ങളും കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഹെൽത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കലോറി കുറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്, പിന്നീട് ഇത് കൂടി വരാനും അതോടൊപ്പം തന്നെ നമുക്ക് വേറെ പല അസുഖങ്ങളിലേക്ക് വഴിമാറാനും വഴിതെളിയിക്കും. പക്ഷെ നമ്മളെപ്പോഴും എളുപ്പത്തിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും, അതാണ് നമ്മൾ ഇത്തരക്കാരുടെ വലയിൽ വീണ്ടും വീണ്ടും നമ്മൾ വീണുകൊണ്ടിരിക്കും. നമ്മൾ പഠിക്കത്തില്ല. നമുക്ക് വലിയ അസുഖങ്ങളായിട്ട് ഇപ്പുറത്ത് നമ്മുടെ ലിവറൊക്കെ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ എത്തുമ്പോഴേക്ക് നമ്മൾ അറിയും. കാരണം ഇന്നിപ്പോ എന്റെ ഷുഗറൊക്കെ മാറി വളരെ നോർമലായി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ നോക്കണ്ടല്ലോ. പ്രത്യേകിച്ച് ലിവറിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലിവറിന് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവറൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും ലക്ഷണങ്ങൾ കണ്ടുകൊള്ളണമെന്നില്ല. അത് വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലാണ് പലപ്പോഴും തിരിച്ചറിയുക. അല്ലെങ്കിൽ മനുഷ്യരറിയാതെ ഗ്യാസ് ആണ് എന്നൊക്കെ പറഞ്ഞ് മോഷനിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട് പല ആൾക്കാരും. ഈ മോഷന്റെ കാര്യങ്ങൾ തന്നെ ഇവിടെ പല രീതിയിലാണ് പറയുന്നത്. മോഷന്റെ വലിപ്പങ്ങൾ വെച്ചിട്ട് രോഗനിർണയം നടത്തുന്ന ആളുകളുള്ള സോഷ്യൽ മീഡിയ എന്ന് ആലോചിക്കണം.
ഇതെല്ലാം കൂടി വീഡിയോ കാണുമ്പോൾ നമുക്കിത് ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്ന് അറിയാണ്ടേ. അപ്പൊ നമ്മൾ മിനിമം ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കുക. ഇത് പറയുന്നത് ആരാണ്, അവരെന്ത് പഠിച്ചിട്ടുണ്ട്, ഈ മെഡിസിൻ പ്രവർത്തിച്ചതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, ക്ലിനിക്കൽ പഠനങ്ങൾ, സ്റ്റഡി നടന്നിട്ടുണ്ടോ, ആണോ, എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ അവെയർ ആയിരിക്കുക, അറിവുണ്ടായിരിക്കുക ഇതിനെ കുറിച്ചിട്ട്. എന്തെങ്കിലും ഒരാൾ പറയുന്ന കേട്ടിട്ട് ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ ഷുഗർ മാറ്റി, ഇത്രയും വർഷമായ ഷുഗർ അയാളുടെ മാറി എന്നുള്ള ആ ആവേശപൂർവ്വം ചെന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ വിടാതിരിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും നല്ല മോഡേൺ മെഡിസിന്റെ ചികിത്സ എടുക്കുക. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പോകാൻ നിങ്ങൾക്ക് അവിടെ തിരക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. എത്രയോ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാ ഡോക്ടർമാരും നമ്മൾ ഈ പ്രൈവറ്റിന്റെ ഇതിനെ കുറിച്ച് പറയുന്ന പോലെ ഡോക്ടേഴ്സ് എല്ലാവരും അങ്ങനെയൊന്നുമല്ല. കൃത്യമായ എത്തിക്സ് പാലിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഒന്നോ രണ്ടോ ഒഴുക്കുത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡോക്ടേഴ്സും അതല്ല. പിന്നെ ഒരു സ്ഥാപനമാകുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെതായ കച്ചവടം അതെല്ലായിടത്തും ഉണ്ടാവും. അതിനപ്പുറം ഡോക്ടേഴ്സ് ഒന്നും തന്നെ ഒരു മനുഷ്യനെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ഇന്ന് ഈ കാണുന്ന കേരളത്തിലെ നമ്മുടെ ഇത്രയും പേര് തന്നെ നിലനിൽക്കില്ല. അത്രയധികം നമ്മുടെ ആരോഗ്യരംഗം നിലനിൽക്കുന്നതിന്റെ കാരണം ഈ പറയുന്ന എന്തെങ്കിലും എമർജൻസി വന്നാൽ നമ്മളൊക്കെ ഓടുന്നത് ഈ പറയുന്ന സ്വകാര്യ ഹോസ്പിറ്റലോ സർക്കാരിന്റെ മോഡേൺ ഹോസ്പിറ്റലിലേക്കാണ്. മറ്റു ഹോസ്പിറ്റലുകളിലെ മറ്റ് സമാന്തരമായ ഒരു വിഭാഗത്തിന് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എളുപ്പപ്പണികൾ നോക്കാതെ കൃത്യമായ മാർഗം, മോഡേൺ മെഡിസിന്റെ മാർഗത്തിലേക്ക് ആയിരിക്കണം. ഇതൊക്കെ കേട്ടിട്ട് ഇതിലേക്ക് വിടുന്ന ആളുകളോട് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ ആരോഗ്യമാണ്, ഇത് ജീവനാണ്. അനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ പോയിട്ട് നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അവയവങ്ങൾ കളയരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവയവ മാഫിയയും അതേപോലെ സപ്ലിമെന്റ് മാഫിയയും കുറേ സപ്ലിമെന്റുകളൊക്കെ കഴിക്കാൻ ഉപദേശിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ പോഷകങ്ങളും നിങ്ങളുടെ അസുഖം മാറ്റാവുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുക. കൃത്യമായ ചികിത്സ, അതേപോലെ കൃത്യമായ എക്സസൈസുകൾ, എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി എന്നെ കേട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.